നമസ്കാരം. ജനകീയ വാർത്താ നേരത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നിവ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ നേരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന പതിവുറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതിയല്ല സാർ, സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വാർത്ത തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായി മാറിയിരുന്നു. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി അന്വേഷണം തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇന്ന് ഡോക്ടർ ഹാരിസ് ഹസന്റെ ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടിരിക്കുന്നു എന്ന് പറയാം. മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഉപകരണങ്ങൾ എത്തിച്ച് പുനരാരംഭിച്ചിട്ടുണ്ട്. യൂറോളജി വിഭാഗത്തിൽ വേണ്ടിയിരുന്ന ലിത്തോ ക്ലാസ് പ്രോബ് ഉപകരണം ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം രാവിലെ എത്തിച്ചാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നത്. യൂറോളജി വിഭാഗം മേധാവിയുടെ തുറന്നു പറച്ചിലും തുടർ വിവാദങ്ങളും വേണ്ടിവന്നു മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയോടുകൂടി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. ലെത്തോ ക്ലാസ് പ്രോബ് ഉപകരണങ്ങളാണ് ശരവേഗം ആശുപത്രിയിലെത്തിയത്. ഇതോടെ ദിവസങ്ങളായി മുടങ്ങിയ ശസ്ത്രക്രിയകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലൂടെ ആരോഗ്യ സംവിധാനത്തിന്റെ കണ്ണു തുറന്നു. ആരോഗ്യമന്ത്രി ഇടപെട്ട് ഉപകരണം എത്രയും വേഗം എത്തിക്കാനുള്ള ഇടപെടൽ നടത്തി. ഇന്ന് രാവിലെയോടെ ലിത്തോ ക്ലാസ് പ്രോബ് ഉപകരണം ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മാറ്റിവച്ച 4 ശസ്ത്രക്രിയകളും മുൻകൂട്ടി നിശ്ചയിച്ചവയും യൂറോളജി വകുപ്പിൽ ചെയ്തു തുടങ്ങി. ആരോഗ്യവകുപ്പ് നിയോഗിച്ച 4-അംഗ വിദഗ്ധ സമിതി വിവിധ വകുപ്പ് മേധാവികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ആരോപണമുന്നയിച്ച ഡോക്ടർക്കെതിരെ നടപടിയുണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് KGM-CTA മുന്നറിയിപ്പ് നൽകി. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരം ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രിൻസിപ്പലിൻ്റെ തലത്തിലും ഡയറക്ടർ തലത്തിലും മീറ്റിങ്ങുകൾ HOD-മാരുടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ആ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് ഡോക്ടർ പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായാൽ സംഘടന ശക്തമായി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനിടെ ആരോഗ്യമേഖലയിൽ സർക്കാർ അവഗണനയും അനാസ്ഥയും തുടരുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടന്നു. ആരോഗ്യരംഗത്ത് നടക്കുന്നത് കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. രണ്ടുമുണ്ട്. അഴിമതി, കൊള്ള, വെറും അഴിമതിയല്ല, കൊള്ള, തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് BJPയും മാർച്ച് നടത്തി. മരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുമ്പോ, IC യൂണിറ്റുകളിൽ പൊട്ടിത്തെറിയുണ്ടാവുമ്പോ, ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിക്കുമ്പോ, അതിനിടയിൽ തീവട്ടിക്കൊള്ള നടത്താൻ മാത്രം മനസ്സാക്ഷിയില്ലാത്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയും സർക്കാരുമാണ് ഇവിടെ ഉള്ളത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെഡിക്കൽ കോളേജിലെ ഭരണതലത്തിൽ വീഴ്ചയുണ്ടായി എന്നതാണ് പ്രാഥമിക നിഗമനം. ആരോപണങ്ങൾ ഉന്നയിച്ച ഡോക്ടർ ഹാരിസ് ഹസനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമെങ്കിലും അത് താക്കീതിൽ ഒതുക്കാനാണ് സാധ്യത. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമുക്കൊന്ന് വയനാട് വരെ പോകണം. കുറേ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി വയനാടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടെ പലയിടങ്ങളിലും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങൾ. 2 മാസത്തോളമായി വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലി ഒടുവിൽ കൂട്ടിലായി. 4 വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് കൂട്ടിലായത്. പുലി ആരോഗ്യവാനാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 12 വളർത്തുമൃഗങ്ങളെയാണ് ആ മേഖലയിലാകെ പുലി ഇതുവരെ ആക്രമിച്ചത്. 2 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം പുലിയെ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ വലിയ ഭീതിയാണ് പുലി സൃഷ്ടിച്ചിരുന്നത്. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടന്നതാണ്. ഒടുവിൽ പുലി കൂട്ടിലായിരിക്കുന്നതിൻ്റെ ആശ്വാസം ഈ നാടിന്.
കല്ലൂർ ശ്മശാനത്തിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് 17-ാം നാൾ പുലി വീണത്. 2 മാസത്തോളമായി മേഖലയിൽ ഭീതി പരത്തിയ പുലിയാണിത്. ഇന്ന് രാവിലെയാണ് കെണിയിലായത്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും പശു കറവ് കൊണ്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പോൾ രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീച്ച് പോകുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ചെറിയൊരു സമാധാനം, നമ്മളിത് പിടിച്ചുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട്. ഇതുവരെ പുലി കൊന്നത് 6 മൃഗങ്ങളെ. 6 മൃഗങ്ങൾക്ക് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നായയും ആടും പശുക്കിടാവുമെല്ലാം ഉൾപ്പെടും. അയ്യോ, പേടിയെന്ന് പറയണോ? ഞങ്ങൾക്ക് രാത്രിയൊന്നും കിടന്നാൽ ഉറക്കില്ല, അത്ര പേടിയാണ്. അങ്ങനെയല്ലേ വന്നു എന്നല്ലേ ഞങ്ങളുടെ മുറ്റത്തൂടെ പോയാ ഞങ്ങളെ കന്നിനൊക്കെ കഴുത്തിവിടെ അത് ചാകാനായിട്ടുണ്ട്. ഇന്ന് പിന്നെ കോഴിനെ പിടിച്ചു. എന്നിട്ടാണ് അറിഞ്ഞത്. കോഴിനെ പിടിച്ചിട്ടാണ് ഇതിൽ വന്നത്. ഇനി ഞങ്ങളെ കൊട്ടാരത്തിക്ക് വന്നതാ ഇന്ന്. പുലിപ്പേടിയെ തുടർന്ന് നാട്ടുകാർ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നു. ക്ഷീരമേഖലയായതിനാൽ ആശങ്കയിലായിരുന്നു ഇവിടുത്തുകാരുടെ ജീവിതം. മുത്തങ്ങ റേഞ്ച് ഓഫീസർ സഞ്ജയുടെ നേതൃത്വത്തിൽ പുലിയെ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ആരോഗ്യവാനായ പുലി 2 ദിവസത്തെ നിരീക്ഷണത്തിലുണ്ടാകും. ഇതിനുശേഷം ഉൾവനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. വനം വകുപ്പിന് കീഴിലുള്ള കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിലേക്കാണ് പുലിയെ മാറ്റിയിരിക്കുന്നത്. ആരോഗ്യനില പരിശോധിക്കും. എന്നിട്ടാകും തുടർ നടപടികൾ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വലിയ ഭീതി അത് ഒഴിഞ്ഞതിന്റെ വലിയ ആശ്വാസം അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടുന്നു, കൂട് വെച്ച് പിടികൂടുന്നു, അതിനെ പിന്നീട് വനമേഖലയിലേക്ക് തുറന്നു വിടുന്നു. പക്ഷേ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടി ഉണ്ടോ? അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. പുലിപ്പേടിയെ തുടർന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസം എന്തായാലും ഇപ്പോഴുണ്ട്. ചില പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. നോക്കാം. അങ്ങനെ എല്ലാവരും രാവിലെ പാല് കൊണ്ടുവന്നപ്പോഴാണ് ഇത് പാല് കളന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അന്നേരം കൂടിനകത്ത് ഇപ്പോൾ എടുത്ത് അവിടെ കിടക്കുന്നത് ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ എടുത്ത് ചാടിയായിരുന്നു. ആരോഗ്യമുള്ള പുലിയാണ്. നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോൾ സന്തോഷമായി. ചെറിയൊരു ആശ്വാസം. ഇത് എന്താ പറയുക, അതിർത്തി പ്രദേശമായതുകൊണ്ട് ഒരു പുലി മാത്രമല്ല, ഇവിടെ 2-3 ഉണ്ട്. പിന്നെ പുല്ല് വെട്ടാൻ പോകുമ്പോഴും എല്ലാത്തിനും പേടി തന്നെയാ. രാവിലെ 5 മണിക്കൊക്കെ എണീച്ച് കറക്കാൻ നേരമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ, പേടിയൊക്കെ ആയിട്ട്. ഇതാ ഞങ്ങളുടെ തൊട്ട് പറമ്പാണിത്. ഇവിടെയായിരുന്നു കൂട് വെച്ചിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ. അപ്പം അങ്ങനെ ഒരു സമാധാനമായി കൂടി. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ സമര പരിപാടി നടത്താനുള്ള പരിപാടിയായിരുന്നു. എല്ലാവരും കൂടിയിട്ട് സമാധാനമായി, നല്ല സന്തോഷമായി. നിങ്ങൾ ഇനി പേടിക്കേണ്ട ധൈര്യമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ സമാധാനം അത് ആ രീതിയിൽ തന്നെ നിൽക്കട്ടെ. കൂടുതൽ ഈ പറയുന്ന നടപടികൾ സ്വീകരിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. ഇതാ പക്ഷേ മലപ്പുറത്ത് നിന്ന് മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ സതീശനാണ് കാലിന് പരിക്കേറ്റത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു സതീശൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സമീർ, ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എപ്പോഴാണ്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പരിക്കേറ്റ സതീശനെ താങ്ങിപ്പിടിച്ച് കൂടെയുള്ളവരൊക്കെ എടുത്തുകൊണ്ടുവരുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം? ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണോ? കാട്ടാനകളൊക്കെ ഉള്ളൊരു മേഖലയാണോ? ഇതിപ്പോൾ വനത്തിനകത്ത് വെച്ചാണോ ആന ആക്രമിച്ചത്? പ്രജിൻ, വഴിക്കടവിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വഴിക്കടവ് വനമേഖലയാണ്. കാട്ടാന, കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരിടം കൂടിയാണ്. വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ സതീശനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഈ സതീശൻ ഈ വനത്തിനകത്തേക്ക് വനവിഭവ ശേഖരണത്തിനായി പോയതായിരുന്നു. ഈ പുളി പറിക്കാനായി പോയതായിരുന്നു. അങ്ങനെ പുളി പറിക്കുന്നതിനിടയിലാണ് കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയും അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് കാട്ടാന ആക്രമിക്കുകയും സതീശന്റെ കാലിന് കാര്യമായ പരിക്കേൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. സതീശനൊപ്പം മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ നാട്ടുകാരെയും വനംവകുപ്പിനെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പും ഈ നഗരിലെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ എത്തി ഈ സതീശനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. ഈ വഴിക്കടവ് വനത്തിനകത്തായതുകൊണ്ട് തന്നെ ഏറെ സമയം ഈ ഷോൾഡറിലും മറ്റും നമ്മൾ വഹിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഈ ജനവാസ മേഖലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പിന്നീട് വാഹനം എത്തുന്ന ഇടത്തേക്ക് വീണ്ടും
കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ഇത്തരത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ സതീശനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുഴയിൽ പാലം ഇല്ലാത്തൊരു പ്രതിസന്ധി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴ ഈ ആദിവാസി യുവാക്കൾ ഉണ്ടാക്കിയ ഈ ചെങ്ങാടം വഴി മുറിച്ച് കടന്നു വേണം ആശുപത്രിയിലേക്ക് എത്താൻ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ച് നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിൻ. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് സതീശനെ മാറ്റുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിനാണ് സതീശന് പരിക്കേറ്റത്. മറ്റൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനകത്തെ ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തി. UG വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഭക്ഷണത്തിൽ നിന്നാണ് പുഴുവിനെ കണ്ടെത്തിയത്. Morning we had sambar and we had the kadalatoran. So I took the food as usual in my lunch box and I went to the CUS to have my lunch. I found a really big worm which was it was actually moving when I mixed it within the rice, and I don't think any person who eats food and expects to live and survive would continue the meal after looking at this. So I didn't do that. I kept it safe and I wanted to show it to the authorities, like, you have to take concern about this. I have no idea how people are cooking this and how they expect us to eat this kind of food. We are paying almost 2,500 for every month, especially for the mess fee. It's not about the fees for the rent or anything else. We are not paying someone else out of the campus. We are paying the university for them to make the meals for us so that we could eat and go for the classes. You can't expect us to eat this food and expect ranks and everything from us. പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം മര്യാദയ്ക്ക് വെന്തിട്ടുണ്ടാവില്ല. ഒന്നുകിൽ ഹാഫ് കുക്ക്ഡ് അല്ലെങ്കിൽ ഒട്ടും മര്യാദയ്ക്ക് വേവാത്ത ഭക്ഷണങ്ങളായിട്ട് പലതവണയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി കൺസേൺ പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗേൾസ് ഹോസ്റ്റലല്ല മെസ്സുള്ളത്. തൊട്ടപ്പുറത്തെ PG വുമൻസ് ഹോസ്റ്റലിൽ നിന്നാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് മെസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുഴുവിൻ്റെ കൺസേൺ പറഞ്ഞപ്പോൾ പോലും അവർ പറഞ്ഞത് മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനത്തെ അൺഹൈജീനിക് പുഴുവിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ കുറേ പേർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. മേഘന മുരളി കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. മേഘന, എന്താണ് കാര്യവട്ടം ക്യാമ്പസിനകത്തെ ഈ പുതിയ വിവാദം? അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ വിദ്യാർത്ഥിനി പറയുന്നത്, ഇത് പരാതിപ്പെട്ടപ്പോൾ പറഞ്ഞത് മഴക്കാലത്ത് അത്യാവശ്യം പുഴുവൊക്കെയുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന് ഹോസ്റ്റൽ അധികൃതർ പറഞ്ഞു എന്നാണ്. അങ്ങനെയാണോ? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, ഇത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗുരുതര സ്വഭാവം കാണിക്കുന്നതും. കാര്യവട്ടം ക്യാമ്പസിനകത്തെ UG വിദ്യാർത്ഥിനികളുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഇന്ന് ഉച്ചയോടെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോയ ഭക്ഷണത്തിലാണ് ഈ പുഴുവിനെ കണ്ടെത്തുന്നത്. അതിനുശേഷം വിദ്യാർത്ഥി ഈ അധികൃതർക്കടക്കം പരാതി നൽകുകയായിരുന്നു. അതിൽ പ്രധാനമായും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നത് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ഒരു UG വിദ്യാർത്ഥിനിയുടെ ഭക്ഷണത്തിൽ നിന്നാണ്. ആ വിദ്യാർത്ഥിനി ഞങ്ങളോട് പറയുന്നത്, അതായത് ഇവർക്ക് ആശങ്കയുണ്ട്. കാരണം ഇത്തരത്തിൽ ഭക്ഷണത്തിൽ പുഴുവിനെ ലഭിക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്താത്തതും ഇവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുൻപും ഇത്തരം വിഷയങ്ങൾ, അതായത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ മെസ്സുമായി ബന്ധപ്പെട്ട് തന്നെ മുൻപും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഒരു വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് ഒരു ലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ്. ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ് അവർക്ക് ലഭിച്ചത് എന്നടക്കമുള്ള പരാതികളും ആരോപണങ്ങളുമാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ പുഴുവിനെ കണ്ടെത്തി. അതുപോലെ തന്നെ മുന്നേയും ഇത്തരത്തിൽ നല്ല ഭക്ഷണം ലഭിക്കാനുള്ളത് അവരുടെ അവകാശമാണ്. അവർ ഈ ഭക്ഷണത്തിന് പണം കൊടുത്താണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവിടെ വിദ്യാർത്ഥിനികൾ, ഈ UG വിദ്യാർത്ഥികൾ നമ്മളോട് പരാതിപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പുഴുവിനെ കണ്ടെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് അധികൃതർക്കും ഈ ഹോസ്റ്റൽ വാർഡനും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നടപടി എടുക്കാമെന്നുള്ളൊരു ഉറപ്പ് വാർഡന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ ഹോസ്റ്റൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിന്റെ സമീപ പ്രദേശങ്ങളിലായി മലിനജലം കെട്ടിക്കിടക്കുന്നു. അതുപോലെ തന്നെ ഈ ശോചനീയാവസ്ഥയിലാണ് ഈ ഹോസ്റ്റൽ കെട്ടിടം പ്രവർത്തിക്കുന്നതെന്ന് അടക്കമുള്ള പരാതികൾ ഇപ്പോൾ വിദ്യാർത്ഥിനികൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടെയാണ് ഈ ഉച്ചഭക്ഷണത്തിൽ ഈ ഒരു പുഴുവിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥിനികൾ എല്ലാവരും ഈ ഭക്ഷണം ബഹിഷ്കരിച്ചു. പിന്നീട് അധികൃതർ എത്തിയാണ് ഈ ഭക്ഷണം വിദ്യാർത്ഥിനികൾക്ക് മാറ്റി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കാര്യമായ ഒരു നടപടി വേണം. കൂടാതെ ഈ ഹോസ്റ്റലിന് സ്വന്തമായ ഒരു മെസ്സില്ല, മറിച്ച് തൊട്ടടുത്തുള്ള ക്യാമ്പസിനകത്തെ തന്നെ PG വിദ്യാർത്ഥിനികളുടെ മെസ്സിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നത്. അതിൽ ഈ വിദ്യാർത്ഥിനികൾക്ക് സ്വന്തമായൊരു മെസ്സ് വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ, കൂടാതെ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അത് നടത്തിത്തരണമെന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ നമ്മളോട് പറയുന്നത്. ഈ ദുരനുഭവം ഉണ്ടായ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിനിയും ഈ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.
യെസ്, കൃത്യമായ ഫീസൊക്കെ നൽകിയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള അവകാശം നമുക്കുണ്ട്, നല്ല ഭക്ഷണം കഴിക്കേണ്ട അവകാശമുണ്ട് എന്നൊക്കെ വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നുണ്ട്. ആ പരാതി നൽകിയിട്ടും അതിനോട് അനുകൂലമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആക്ഷേപം കൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തായാലും അതിലേക്കൊരു മാറ്റം വരട്ടെ. വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള കുക്കിംഗ് ഒക്കെ അവിടെ നിന്ന് മാറട്ടെ. ഒപ്പം തന്നെ അവിടെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള പ്രശ്നങ്ങളൊക്കെ അത് പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. MSC എൽസ 3 എന്ന പേര് ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നു കാണില്ല. ചരക്ക് കപ്പലാണ്. അറബിക്കടലിൽ മുങ്ങിയിട്ട് 1 മാസത്തിലേറെയായി എന്ന് നമുക്കറിയാം. പിന്നാലെ കേരളത്തിന്റെ പല തീരങ്ങളിലും ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിയുകയും ചെയ്തിരുന്നു. അപകടത്തിന് പിന്നാലെ കടലിൽ വീണ കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ദുരിതമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കൊച്ചിയിൽ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ കുടുങ്ങി 8 മീൻ പിടിക്കുന്ന വള്ളങ്ങളിലെ വലകൾ കീറി എന്ന വാർത്ത ഇന്ന് വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ വള്ളങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. വലകൾ ശരിയാക്കും വരെ കടലിൽ പോകാൻ സാധിക്കാത്തതും വലകളുടെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തേണ്ടതും തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. MSC എൽസ കപ്പലപകടം ഉണ്ടായതിനു പിന്നാലെ കടലിൽ വീണ കണ്ടെയ്നറുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത്. ഓരോ ദിവസവും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുങ്ങി നിരവധി വള്ളങ്ങളിലെ വലകളാണ് കീറുന്നത്. ഇതോടെ ഉപജീവനം മുടങ്ങി മത്സ്യത്തൊഴിലാളികൾ കരയിലിരിക്കേണ്ട സ്ഥിതിയാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് വരുമാനം ലഭിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ് സ്ഥിരമായി വല നശിക്കുന്നത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പരാതി നൽകിയിട്ട് രസീത് നൽകാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 8 വള്ളങ്ങളുടെ വലകൾ കീറിപ്പോയിരിക്കുന്നു. ഈ വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആയുസിലെ പണിയാണ് നടക്കുന്നത്. ഒരു വർഷത്തെ മുഴുവൻ അധ്വാനമാണ് സീസൺ പണി കൊണ്ട് പരിഹരിക്കുന്നത്. 1 വർഷം മുഴുവൻ അധ്വാനിക്കാനുള്ള പണമാണ് ഈ പോയിരിക്കുന്നത്. ഇതാര് കൊടുക്കും? ഇവരെ പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് റെസീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഒരു പരാതി പോലും സ്വീകരിക്കാനോ റെസീറ്റ് കൊടുക്കാനോ തയ്യാറാത്തൊരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അവമാനകരമായ കാര്യമാണിത്. ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി കാരണം കണ്ടെയ്നറുകളും കപ്പലിന്റെ അവശിഷ്ടങ്ങളും അടിഞ്ഞു വന്ന് കിടക്കുന്നതാണ് വിഷയം. അപ്പൊ അതിനെ നീക്കം ചെയ്ത് ഞങ്ങളുടെ തൊഴിലിടം മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും ഒരു അവഗണനയോടുകൂടിയാണ് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ കാണുന്നത്. മീനെ കണ്ട് അടിച്ച് കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്. റോപ്പ് കയറി കഴിഞ്ഞാണ് വല കാണുന്നത്. കണ്ടെയ്നറുകൾ ഈ ഭാഗത്തു നിന്നും സർക്കാർ അടിയന്തരമായിട്ട് തന്നെ മാറ്റുകയും ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. 1000 രൂപ നഷ്ടപരിഹാരം തന്നതല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഉപജീവനമാർഗം തേടി കടലിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ പരാതി കേട്ടുവെന്ന് വരുത്തി തീർക്കാതെ അർഹമായ നഷ്ടപരിഹാരം നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അനന്തുവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ കോഴിക്കോട് എന്നൊരു വാർത്ത വരുന്നു. കോഴിക്കോട് നെല്ലിക്കോട് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ നിർമ്മാണം നടത്തിയവർക്കെതിരെ നടപടി വേണം. നടപടിയെടുക്കാൻ കലക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലാ കലക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടിയാണ് നിർദ്ദേശം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ആ മേഖലയിലാകെ തന്നെ ഇത്തരത്തിൽ അശാസ്ത്രീയമായും ഒപ്പം തന്നെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയുള്ള നിർമ്മാണം അത് നേരത്തെ തന്നെ വാർത്തയായതാണ്. ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെയൊരു തൊഴിലാളി അവിടെ മണ്ണിടിഞ്ഞ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, വിവരങ്ങൾ? മിഥില അവിടെ തന്നെ വിശദാംശങ്ങളുമായി ചേരും. എന്തായാലും അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൽ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. മിഥില, കേൾക്കാമെങ്കിൽ അപ്പോൾ ജില്ലാ കളക്ടർക്ക് കൃത്യമായ നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നു. വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തു. മാത്രമല്ല, ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം പ്രവണതകൾ, അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ നിർമ്മാണം നടത്തുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്ന ഒരു സമീപനവുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇതിനെതിരെ വേണം എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ചക്കകം ഇത് പരിശോധിച്ച് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂലൈ 29-ന് കോഴിക്കോട് റെസ്റ്റ് ഹൗസിൽ വെച്ച് മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുന്നുണ്ട്. ആ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രജിൻ, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.
നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആ ദുരിതം പറഞ്ഞപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട കമന്റുകളൊക്കെ നൽകിയിരുന്നു. രവികുമാർ പി വി പറയുന്നു, ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്നും സർക്കാർ വാങ്ങി നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അത് ഫിഷറീസ് മന്ത്രി അടക്കം വ്യക്തമാക്കിയതാണ്. അതിനാണ് സർക്കാർ കേസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോവുകയാണ്. ആ രീതിയിൽ എങ്കിൽ മാത്രമേ നിയമപരമായൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഈ ഇൻഷുറൻസ് തുക നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നഷ്ടപരിഹാരം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തൊഴിലാളികൾക്ക് അടക്കം ഉണ്ടാകേണ്ടിയും വരും, അല്ലെങ്കിൽ നൽകേണ്ടിയും വരും. പാലക്കാട് പുതുപ്പള്ളി തെരുവ് സ്വദേശിക്ക് ലഭിച്ച വാട്ടർ അതോറിറ്റി ബില്ലിൽ ഗുരുതര പിഴവ്. കഴിഞ്ഞ മാസം 200 രൂപ ബില്ലടച്ച യാസിറിന് ഇത്തവണ കിട്ടിയത് എത്രയാണെന്നറിയാം? 54 ലക്ഷം രൂപയുടെ വാട്ടർ ബില്ലാണ്. പിഴവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി അത് തിരുത്തി നൽകുകയും ചെയ്തു. അത് ഷോക്കായി. ഞങ്ങൾ ബില്ല് കെട്ടാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഓൺലൈനിൽ കണ്ടത്. അപ്പോൾ ഇന്ന് വാട്ടർ അതോറിറ്റി പോയി നോക്കിയപ്പോൾ അവർ മറ്റേ മെഷീനിൽ എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നതാണ്. അപ്പോൾ അതിനുശേഷം അത് വേവർ ചെയ്തിട്ട് 400 രൂപ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാട്ടർ അതോറിറ്റി സൈറ്റിൽ പോയിട്ട് ബില്ല് ഡൗൺലോഡ് ചെയ്ത് അപ്പോഴാണ് ഈ 54 ലക്ഷത്തിൻ്റെ കാണിച്ചത്. ഈ ബില്ല് റീഡിങ് എടുക്കാൻ ആൾക്ക് ഇത് തരാൻ മടിച്ചിട്ട് ഓടിയതാണെന്ന് പറഞ്ഞു. 54 ലക്ഷം രൂപ ബില്ല് തന്നാൽ നമ്മൾ പ്രതികരിക്കണം എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. അതുകാരം ബില്ല് തരാണ്ട് പോയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അത് പഴയ ബില്ല് തന്നെ കറക്റ്റാക്കി തന്നു. ശ്രീകുമാരൻ പാലക്കാട് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇത് ഒരു സാങ്കേതിക പിഴവ് മാത്രം എന്ന രീതിയിൽ കാണാൻ കഴിയുമോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രജിനൊരു സാങ്കേതിക പിഴവ് മാത്രമാണ് എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്ത് ഇത്രയധികമൊന്നും ബില്ല് വരാറില്ല. 1 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്നാണ് യാസിറിന്റെ ഈ ബില്ലിൽ ഉള്ളത്. ആ ബില്ലിന്റെ പകർപ്പും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബില്ല് മൊബൈലിൽ നോക്കിയപ്പോഴാണ്, ഈ ബില്ലടയ്ക്കാറായല്ലോ എന്ന് ആലോചിച്ച് മൊബൈലിൽ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ 54 ലക്ഷം രൂപയുടെ ബില്ല് അവിടെ കിടക്കുന്നത് യാസിർ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷോക്കായി. ഉടൻ തന്നെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടു. പെട്ടെന്ന് തന്നെ വാട്ടർ അതോറിറ്റിയിൽ പോയി. അപ്പോഴും അവർ അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ സൈറ്റിൽ കിടക്കുന്ന ബില്ല് തിരുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നയാൾ സ്കാൻ ചെയ്തപ്പോൾ വന്ന ആ സ്കാനറിൽ വന്ന പിഴവാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് 1 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഒരു കുടുംബം ഉപയോഗിക്കുക എന്ന ചോദ്യമൊക്കെ അപ്പോൾ തന്നെ ഉയർത്തി. എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റി ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അത്തരത്തിലൊരു പരിഹാരം നടക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ പരിഹരിച്ചു. അവിടെ ചെന്നു സംസാരിച്ചു. അപ്പോൾ 400 ചില്ലാനം രൂപ മാത്രം ബില്ലടച്ച് മടങ്ങിപ്പോന്നു. എന്തായാലും ഒരു പിഴവാണ്. പക്ഷേ ഇത് ഇനി ആവർത്തിക്കരുത്, എന്ത് സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് വിശദീകരിച്ചാലും ഇതൊരു പിഴവ് തന്നെയാണ്. പ്രജൻ ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ പൊതുജന കരുതൽ സാർന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം. ഇനി 24 റൗണ്ടപ്പുമായി ഗോകുൽ രവി ചേരും. നമസ്കാരം.